അദ്ദേഹത്തിന് അന്ന് 80 വയസ്സായിരുന്നു. പതിറ്റാണ്ടുകളുടെ നൃത്തത്തിലും അധ്യാപനത്തിലും അദ്ദേഹത്തിന്റെ ശരീരം ദുർബലമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് എന്നത്തെയും പോലെ മൂർച്ചയുള്ളതും അനുകമ്പയുള്ളതുമായിരുന്നു. തന്റെ ജീവിതം അന്ത്യത്തോടടുക്കുകയാണെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും തന്റെ ജ്ഞാനം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം യാത്ര തുടർന്നു. ഒരു ദിവസം ശ്രീബുദ്ധനും അദ്ദേഹത്തിന്റെ അനുയായികളും കുശിനര എന്ന ചെറിയ പട്ടണത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. പല ഗ്രാമങ്ങൾ കടന്നു വേണം അവിടേക്കെത്താൻ. അങ്ങനെ ഒരു ഗ്രാമത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവിടുത്തെ ഒരു ഗ്രാമവാസി ശ്രീബുദ്ധനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സുഗര മദ്ദവ എന്ന വിഭവം ഉൾപ്പെടെ ലളിതമായ മറ്റു ഭക്ഷണങ്ങൾ അയാൾ തയ്യാറാക്കി. ഇതെന്താണെന്നതിനെക്കുറിച്ച് ചില തർക്കങ്ങളുണ്ട്. ചിലർ ഇത് പന്നിയിറച്ചിയാണെന്ന് പറയുന്നു. മറ്റുള്ളവർ സുഗര മാംസിയാണ് പന്നിയിറച്ചിയെന്നും ഇതൊരുതരം കൂണാണെന്നും പറയപ്പെടുന്നു. സദാ കൃപയുള്ളവനായ ബുദ്ധൻ ആ ഗ്രാമവാസി വളരെ സ്നേഹത്തോടെ തന്ന ഭക്ഷണം നന്ദിയോടെ സ്വീകരിച്ചു. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുടൻ ബുദ്ധന് ശരീരം മുഴുവൻ കഠിനമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. എന്നിട്ടും ആ നിമിഷത്തിലും അദ്ദേഹത്തിന്റെ ചിന്തകൾ സ്വന്തം കഷ്ടപ്പാടുകളെക്കുറിച്ചായിരുന്നില്ല. അദ്ദേഹം തന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ ആനന്ദനോട് പറഞ്ഞു, ഈ വ്യക്തിയോട് ഒരു കുറ്റബോധവും തോന്നരുതെന്ന് പറയണം. അവൻ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയുമാണ് നമുക്ക് ഭക്ഷണം നൽകിയത്. അവന്റെ ദാനധർമ്മം മഹത്തായ ഒന്നായിരുന്നു. അവന് പുണ്യം മാത്രമേ വരികയുള്ളൂ. ബുദ്ധൻ തന്റെ അവസാന നിമിഷങ്ങൾ ചെലവഴിക്കാൻ തിരഞ്ഞെടുത്ത ശാന്തമായ ഒരു ചെറിയ പട്ടണമായിരുന്നു കുശിനര. അതിനാൽ ക്ഷീണമൊന്നും വകവയ്ക്കാതെ അദ്ദേഹം അവിടേക്കുള്ള യാത്ര തുടർന്നു. ബുദ്ധന്റെ അവസ്ഥ വളരെ വഷളായതിനാൽ യാത്ര മന്ദഗതിയിലും പ്രയാസകരവുമായിരുന്നു. യാത്രാമധ്യേ അദ്ദേഹം കുറച്ച് വിശ്രമിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ശുഭദ്ദ എന്ന പേരുള്ള ഒരാൾ മാർഗനിർദ്ദേശം തേടി ബുദ്ധനെ സമീപിച്ചത്. ബുദ്ധന് വിശ്രമം ആവശ്യമായതിനാൽ ആനന്ദൻ അയാളെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ബുദ്ധൻ അയാളെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ക്ഷമയോടും അനുകമ്പയോടും കൂടി അദ്ദേഹം അയാളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. അങ്ങനെ ശുഭദ്ദ ബുദ്ധന്റെ അവസാന ശിഷ്യനായി. അങ്ങനെ അയാളും അവരുടെ കൂടെ കുശിനരയിലേക്കുള്ള യാത്രയിൽ പങ്കാളിയായി. തന്റെ അവസാന നിമിഷങ്ങളിൽ പോലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ബുദ്ധന്റെ ദൗത്യം ഒരിക്കലും അവസാനിച്ചില്ല. ഒടുവിൽ അവർ കുശിനരയിലെത്തി. ബുദ്ധൻ ആനന്ദനോട് സാൽമരങ്ങളുടെ ഒരു തോട്ടത്തിൽ ഒരു വിശ്രമസ്ഥലം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം മരങ്ങൾക്കിടയിൽ കിടന്നുറങ്ങുമ്പോൾ അസാധാരണമായൊരു കാര്യം സംഭവിച്ചു. മരങ്ങൾ അവയുടെ പൂവിടുന്ന കാലമായിരുന്നെങ്കിലും അതെല്ലാം കൊഴിയാൻ തുടങ്ങി. പൂക്കളെല്ലാം അദ്ദേഹത്തിന് ചുറ്റും വീണു. വായു നിശ്ചലമായി. സന്യാസിമാരും ഗ്രാമവാസികളും അദ്ദേഹത്തിന് ചുറ്റും കൂടി. അവരുടെ ഹൃദയം സങ്കടത്താൽ നിറഞ്ഞു. വർഷങ്ങളോളം ബുദ്ധന്റെ കൂടെയുണ്ടായിരുന്ന ആനന്ദൻ ദുഃഖിതനായി. അദ്ദേഹം പറഞ്ഞു, ഗുരുദേവ, അങ്ങില്ലാതെ ഞങ്ങൾ എന്തു ചെയ്യും? ബുദ്ധൻ ആനന്ദനെ ആശ്വസിപ്പിച്ചു. ആനന്ദ, കരയരുത്. ജനനമുണ്ടെങ്കിൽ മരണവുമുണ്ട്. എല്ലാവരും ഈ ലോകത്തു നിന്ന് ഒരു നാൾ വിട പറയും. ഒന്നും ശാശ്വതമായി നിലനിൽക്കില്ല. എന്റെ ശരീരം ഞാൻ ഉപേക്ഷിക്കും. പക്ഷേ എന്റെ ഉപദേശങ്ങൾ, ധർമ്മം നിന്നെയും മറ്റുള്ളവരെയും ഇനി വരുന്ന തലമുറകളെയും അത് നയിക്കും. അദ്ദേഹം ചുറ്റും കൂടിയ എല്ലാവരോടും പറഞ്ഞു, ഓർക്കുക, നിങ്ങൾ തന്നെ ഒരു വെളിച്ചമാവുക. തുടർന്ന് ബുദ്ധൻ ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം ഏകാഗ്രതയുടെ ഘട്ടങ്ങളിലൂടെ നീങ്ങി. അദ്ദേഹത്തിന്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമായി. ഒടുവിൽ രാത്രിയുടെ നിശബ്ദതയിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു. ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ ചക്രത്തിൽ നിന്നുള്ള ആത്യന്തികമായ സ്വാതന്ത്ര്യം. ആകാശം വിചിത്രവും ശാന്തവുമായ വെളിച്ചത്താൽ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വിലപിച്ചു. പക്ഷേ അവർ അദ്ദേഹം പകർന്ന അറിവുകളിൽ ശക്തി കണ്ടെത്തി. വേദനയിലും മരണത്തിലും ഒരാൾക്ക് ശാന്തനും അനുകമ്പയും വിവേകവും ഉള്ളവനായി നിലകൊള്ളാൻ കഴിയുമെന്ന് ബുദ്ധന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം ഒരു അവസാനമല്ല, ഒരു തുടക്കമായിരുന്നു. അദ്ദേഹം കാണിച്ചു തന്ന പാത പിന്തുടരാനും നമ്മിൽ തന്നെ സമാധാനം കണ്ടെത്താനുമുള്ള ആഹ്വാനം. അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കുകൾ എപ്പോഴും ഓർക്കുക. നിങ്ങൾ തന്നെ ഒരു വെളിച്ചമാവുക. അതായത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കുക.